നമ്മള് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കും, എൻ്റെ അടുത്ത് ഒത്തിരി പേര് എടുക്കുന്നുണ്ട്. പക്ഷെ അവരുടെ വീട്ടുകാർക്ക് അറിയില്ല ആരുടെ കയ്യിൽ നിന്നാണ് എടുത്തത്, ഏത് ഇൻഷുറൻസ് കമ്പനിയുടെ ക്ലെയിം ആണെന്ന്. ഇപ്പൊ അവർക്ക് ഈ എടുത്ത ആൾക്കുണ്ടല്ലോ എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസ് വന്ന് ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആയി കഴിയുമ്പോഴാണ് ഇവര് എടുത്തത് ആരാന്ന്, ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെന്ന് അറിയാം, വേറൊന്നും അറിയില്ല. ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ എപ്പോഴും എടുക്കുന്ന ആൾക്കാരോട് പറയാറുണ്ട്, എടുക്കാൻ പോകുന്നവരോടും പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ട ഒരു കാര്യം, എടുക്കുന്ന അഡ്വൈസർ ആണെങ്കിൽ അഡ്വൈസറുടെ ഫോൺ നമ്പർ നമ്മുടെ വീട്ടുകാർക്ക് നിർബന്ധമായി കൊടുക്കണം. ഇൻഷുറൻസ് കമ്പനി ഏതാണെന്നും, ഇനി അഡ്വൈസർ മാത്രം പോരാ, ചിലപ്പോൾ ഈ അഡ്വൈസറെ വിളിക്കുമ്പോൾ കിട്ടിയില്ലെങ്കിൽ എന്താ ചെയ്യാ. അപ്പോൾ ആ ഇൻഷുറൻസ് കമ്പനി ഏതാണ്, ബ്രാഞ്ച് ഏതാണ്, ആ ബ്രാഞ്ചിന് ഇപ്പൊ എല്ലാ ബ്രാഞ്ചിനും അവരുടെ ഒരു കസ്റ്റമർക്ക് റിലേഷൻ ഫോൺ നമ്പർ ഉണ്ടാവും. അതും കൂടെ നമ്മുടെ വീട്ടുകാർക്ക് കൊടുക്കണം. മറ്റേ അപകടം പറ്റി കഴിഞ്ഞിട്ട് അവർക്ക് ഇൻഷുറൻസ് ഉണ്ടെന്ന് അറിയാം, പക്ഷെ എടുത്തതെന്ന് അറിയില്ല. അല്ല, ഈ എടുത്ത ആൾക്ക് ചിലപ്പം അയാൾക്ക് ക്രിട്ടിക്കൽ സ്റ്റേജോ അല്ലെങ്കിൽ ഇപ്പൊ അറ്റാക്ക് ഒക്കെ വരുന്ന സംസാരിക്കാൻ പറ്റില്ല, ഐസിയുലാവണം, അങ്ങനത്തെ ഇഷ്യൂസ് ഭയങ്കര പ്രശ്നമാണ്. കാരണം പിന്നെ ഡിസ്ചാർജ് ആയി കഴിഞ്ഞിട്ട് കിട്ടണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പ്രയാസം വരും. അപ്പം എടുക്കുമ്പോ തന്നെ മിനിമം 2 ഫോൺ നമ്പർ നമ്മുടെ വീട്ടിൽ കൊടുക്കുക. ഈ ഇൻഷുറൻസിന്റെ കാർഡിന്റെ ഒരു കോപ്പി വീട്ടിൽ കൊടുക്കുക, വീട്ടിലെ ഫയല് സൂക്ഷിക്കുക. അതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിച്ചാൽ ക്ലെയിം വൈകില്ല.